hospital and medical centers. നമസ്കാരം. ഇന്ന് 2026 ജനുവരി 5 തിങ്കളാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സർക്കാർ സർവീസിൽ പ്രവാസികളെ നിയമിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത മാസ്റ്റേഴ്സ് ബിരുദമായി നിശ്ചയിക്കണമെന്ന ഭേദഗതി നിർദ്ദേശം ബഹ്റൈൻ ഷൂറ കൗൺസിൽ വീണ്ടും തള്ളി. ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഈ ബില്ലിനോടുള്ള വിയോജിപ്പ് അറിയിച്ചത്. അനുയോജ്യരായ സ്വദേശികൾ ലഭ്യമല്ലാത്ത ഘട്ടത്തിൽ മാത്രം പ്രവാസികളെ നിയമിക്കണമെന്നും അത്തരം നിയമനങ്ങൾക്ക് മാസ്റ്റേഴ്സ് ബിരുദവും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമാക്കണമെന്നുമായിരുന്നു പിമാർ മുന്നോട്ട് വച്ച ആവശ്യം. എന്നാൽ നിലവിലുള്ള സിവിൽ സർവീസ് നിയമങ്ങൾ സ്വദേശികൾക്ക് മുൻഗണന ഉറപ്പാക്കാൻ പര്യാപ്തമാണെന്നും പുതിയ നിയന്ത്രണങ്ങൾ പ്രായോഗികമല്ലെന്നും ഷൂറ കൗൺസിൽ വിലയിരുത്തി. എല്ലാത്തരം ജോലികൾക്കും മാസ്റ്റേഴ്സ് ബിരുദം വേണമെന്ന നിബന്ധന യുക്തിസഹമല്ലെന്ന് ചർച്ചയിൽ വിമർശനമുയർന്നു. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ ജോലിയുടെയും സ്വഭാവത്തിനനുസരിച്ചാണ് നിശ്ചയിക്കേണ്ടതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ഗാനിം അൽ ബുഐനൈനും വ്യക്തമാക്കി. സർക്കാർ മേഖലയിലെ സ്വദേശിവൽക്കരണ നടപടികൾ ഫലം കാണുന്നുണ്ടെന്ന് സിവിൽ സർവീസ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. 2019 2024 ഇടയിൽ സർക്കാർ സർവീസിലെ പ്രവാസി കരാറുകളിൽ 23% കുറവുണ്ടായതായും അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ബഹ്റൈൻ്റെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായതായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമ്മദ് അൽ ഖലീഫ അറിയിച്ചു. പാർലമെന്റിൽ ലുൽവ അലി അൽ റുഹൈമി MP ഉന്നയിച്ച ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 2 പ്രധാന പാതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സീഫ് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാതയും ജുഫൈറിനെ ഇസ ടൗണുമായി ബന്ധിപ്പിക്കുന്ന പാതയുമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. രാജ്യത്തെ ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾ സുഗമമാക്കാനും സാധിക്കും. സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ റോഡുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലസ്ഥാന ഗവർണറേറ്റിലെ നയീം പ്രദേശത്ത് ദേശീയ ബാങ്കിന്റെ ATM കത്തിച്ച സംഭവത്തിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബഹ്റൈൻ സ്വദേശികളായ ഹസൻ കാസിം, അബ്ദുൽ കരീം, അലി ഇബ്രാഹിം, അബ്ദുൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ATM കൗണ്ടറിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ വെച്ച ശേഷം തീ കൊളുത്തി സ്ഫോടനം നടത്താനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് പോലീസ് പറഞ്ഞു. ഹസൻ കാസിമാണ് തീ വച്ചതെന്നും ഇതിന് അലി ഇബ്രാഹിം സഹായങ്ങൾ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ സ്ഫോടനം ലക്ഷ്യമിട്ടാണ് പ്രതികൾ ഈ കൃത്യം ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. ഇവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റിനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. KSCA ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രവാസി ഭാരതീയ എക്സലൻസ് അവാർഡ് ജേതാവും അസോസിയേഷൻ മുൻ അധ്യക്ഷനുമായ പമ്പാവാസൻ നായരെ പ്രത്യേകം ആദരിച്ചു. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവുമായ PV രാധാകൃഷ്ണപിള്ള ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജയ മേനോൻ, സന്തോഷ് കൈലാസ്, സുജ JP മേനോൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. KSCA പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിന്ദു നായർ സ്വാഗതം ആശംസിച്ചു. പരിപാടിയുടെ ഭാഗമായി മനു മോഹനും രാജീവ് വെള്ളിക്കോത്തും ചേർന്നൊരുക്കിയ അവതരണ ഗാനം സംവൃത് സതീഷും പ്രാർത്ഥനാരാജും ചേർന്ന് ആലപിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച സോപാന സംഗീതവും ശ്രദ്ധേയമായി. ആദർശ് മാധവൻകുട്ടി കൺവീനറായ പരിപാടികൾക്ക് KSCA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രമ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള വനിതാവേദിയും ഏകോപനം നൽകി. രജിത മനോജ്, ലിബ രാജേഷ് എന്നിവർ വേദി നിയന്ത്രിച്ചു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി റിഫ ഏരിയ കമ്മിറ്റിയുടെ 2025-2026 വർഷത്തെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. റിഫയിൽ ചേർന്ന ഏരിയ കൺവെൻഷനിലാണ് വരും വർഷത്തെ പ്രവർത്തനങ്ങൾ നയിക്കാനുള്ള പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. ബേസിൽ നെല്ലിമറ്റം പ്രസിഡന്റായും റോണി റോയ് സെക്രട്ടറിയായും ഹിഗ്സാൻ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. മണിക്കുട്ടൻ വൈസ് പ്രസിഡന്റ്, നിലീജ് നിസാർ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. നൌഫൽ, യൂനസ്, നാസർ, ഇർഫാദ്, ജോബി, സരുൺ തോമസ് എന്നിവരെ ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തിരഞ്ഞെടുത്തു. കൂടാതെ IYCC ദേശീയ കമ്മിറ്റിയിൽ റിഫ ഏരിയയെ പ്രതിനിധീകരിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങളായി നിതീഷ് ചന്ദ്രൻ, അലൻ ഐസക്, തസ്ലിൻ തെന്നാടൻ എന്നിവരെയും ഉൾപ്പെടുത്തി.
പ്രവാസഭൂമിയിലെ രോഗദുരിതങ്ങൾക്കും ഏകാന്തതയ്ക്കും ഒടുവിൽ ബംഗ്ലാദേശ് സ്വദേശിയായ മോഷ്റഫ് തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങി. ബഹ്റിനിൽ ഫ്ലെക്സി വിസയിൽ തുച്ഛമായ വരുമാനത്തിന് കാറുകൾ കഴുകി ഉപജീവനം നടത്തിവരികയായിരുന്നു 51 വയസ്സുകാരനായ ഇദ്ദേഹം. കുടലിലെ ഗുരുതരമായ ഇൻഫെക്ഷനെ തുടർന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ട മോഷ്റഫിനെ 2 അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയിരുന്നു. പ്രമേഹ രോഗം മൂലം നേരത്തെ തന്നെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന ഇദ്ദേഹത്തിന് ആശുപത്രിവാസത്തിന് ശേഷം ദൈനംദിന കാര്യങ്ങൾക്കായി മറ്റൊരാളുടെ സഹായം അനിവാര്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുടർ ചികിത്സ നാട്ടിലാക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. മോഷ്റഫിന്റെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞ ടീം ഹോപ്പ് പ്രവർത്തകർ വിഷയത്തിൽ സജീവമായി ഇടപെടുകയായിരുന്നു. 1.5 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ടീം ഹോപ്പ് അംഗങ്ങളുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെ ഗൾഫ് എയർ വിമാനത്തിൽ അദ്ദേഹത്തെ നാട്ടിലെത്തിച്ചു. ഇദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ഹോപ്പിന്റെ വൈസ് പ്രസിഡന്റ് ഷാജി മൂതല കൈമാറി. ഹോപ്പ് അംഗങ്ങളായ ഷാജി മൂതല, സാബു ചിറമേൽ, അഷ്കർ പൂഴിത്തല എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബിസിനസ് തകർച്ചയെ തുടർന്ന് വർഷങ്ങളോളം ബഹ്റൈനിൽ നിയമക്കുരുക്കിലും ദുരിതത്തിലും കഴിഞ്ഞിരുന്ന മാഹി സ്വദേശി സന്ദീപ് തുണ്ടയിലിനും കുടുംബത്തിനും പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ഇടപെടലിലൂടെ മോചനം. 2011 വലിയ പ്രതീക്ഷകളുമായി ബഹ്റൈനിലെത്തിയ സന്ദീപ് ബിസിനസ് നഷ്ടത്തിലായതോടെ സാമ്പത്തിക കേസുകളിൽ അകപ്പെടുകയായിരുന്നു. വിസ പുതുക്കാൻ പോലും കഴിയാതെ സന്ദീപും ഭാര്യയും മകളും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രവാസി ലീഗൽ സെൽ സഹായവുമായി എത്തിയത്. ആദ്യഘട്ടമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സന്ദീപിന്റെ ഭാര്യയെയും മകളെയും നാട്ടിലെത്തിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. തുടർന്ന് സന്ദീപിനെതിരെയുള്ള കേസുകൾ നിയമപരമായി നേരിടുകയും യാത്രാ തടസ്സങ്ങൾ ഓരോന്നായി നീക്കുകയും ചെയ്തതോടെയാണ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മടക്കയാത്ര സാധ്യമായത്. സന്ദീപിന്റെ കുടുംബത്തെ സഹായിച്ച ഇന്ത്യൻ എംബസി അധികൃതർക്കും നിയമസഹായം നൽകിയ അഡ്വക്കേറ്റ് താരിഖ് അൽ ഒവാൻ, താമസവും ഭക്ഷണവും ഒരുക്കിയ സിഖ് ഗുരുദ്വാര അധികൃതർ എന്നിവർക്കും പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റും ഗ്ലോബൽ PRO യുമായ സുധീർ തിരുനിലത്ത് നന്ദി അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയുടെ പുതിയ ഭരണസമിതി ഔദ്യോഗികമായി ചുമതലയേറ്റു. ജനുവരി 1-ാം തീയതി നടന്ന വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് നടന്ന ചടങ്ങുകൾക്കും ശേഷമാണ് പുതിയ ഭാരവാഹികൾ അധികാരമേറ്റെടുത്തത്. സ്ലീബ പോൾ വട്ടവേലിൽ കോർ എപ്പിസ്കോപ്പ പ്രസിഡന്റായും സന്തോഷ് ആൻഡ്രൂസ് വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ബെന്നി പി മാത്യു സെക്രട്ടറി, ലിജോ കെ അലക്സ് ട്രഷറർ, എബി പി ജേക്കബ് ജോയിന്റ് സെക്രട്ടറി, ഷിബു ജോൺ ജോയിന്റ് ട്രഷറർ എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. ബിജു തേലപ്പിള്ളി, ഡോളി ജോർജ്, വിജു കെ ഏലിയാസ്, ജെറിൻ ടോം പീറ്റർ, ബിനുമോൻ ജേക്കബ്, സുബിൻ തോമസ്, മനോജ് കോര എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങളായി ചുമതലയേറ്റത്. ഇടവകയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും പുതിയ ഭരണസമിതി നേതൃത്വം നൽകും. മൈത്രി ബഹ്റിൻ മീഡിയ കൺവീനറും എക്സിക്യൂട്ടീവ് അംഗവുമായ ഫരീദ് മീരാന് സംഘടന യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അദ്ദേഹത്തിന് സംഘടനയ്ക്ക് നൽകിയ മികച്ച സേവനങ്ങളെ മുൻനിർത്തി മൈത്രി ബഹ്റിൻ ഉപഹാരം നൽകി ആദരിച്ചു. മൈത്രി ബഹ്റിൻ പ്രസിഡന്റ് സലീം തയ്യിൽ, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിന് മൈത്രി ബഹ്റിൻ എല്ലാവിധ ആശംസകളും നേർന്നു. വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, കോർഡിനേറ്റർ മുസ്തഫ സുനിൽ, അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ, മെമ്പർഷിപ്പ് സെക്രട്ടറിമാരായ നവാസ് കുണ്ടറ, റജബുദ്ദീൻ, ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ്, ഷിറോസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി കൂട്ടായ്മയായ MCMA-യുടെ 2026 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. MCMA ഓഫീസിൽ വച്ച് നടന്ന ചടങ്ങിൽ ഷിഫ അൽ ജസീറ മാനേജിംഗ് ഡയറക്ടർ ഷബീർ അലിയിൽ നിന്ന് സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളി സുനിൽകുമാർ അംഗത്വം ഏറ്റുവാങ്ങിയതോടെ ക്യാമ്പയിന് ഔദ്യോഗിക തുടക്കമായി. മാർക്കറ്റിലെ മലയാളി തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഈ വർഷത്തെ വിപുലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. MCMA-യുടെ വിവിധ കമ്മിറ്റി അംഗങ്ങളും പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 4 ലക്ഷം ബഹ്റൈൻ ദിനാർ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി വിദേശ പൗരൻ പിടിയിലായി. 3 കിലോഗ്രാമിലധികം കൊക്കൈനാണ് ഇയാളിൽ നിന്ന് പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിന് കീഴിലുള്ള ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റാണ് പരിശോധന നടത്തിയത്. പിടിയിലായ 32 വയസ്സുകാരനെതിരെയുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. മയക്കുമരുന്ന് ശേഖരം അധികൃതർ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയം, നീതിന്യായ മന്ത്രാലയം, പബ്ലിക് പ്രോസിക്യൂഷൻ എന്നിവരുടെ പ്രതിനിധികളടങ്ങുന്ന പ്രത്യേക സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും പിടിച്ചെടുത്ത മയക്കുമരുന്ന് നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.